ഹായ്, ജോഷി ചളിയിൽ എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. ഇന്ന് നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയാലോ. ഈ നമ്മൾ കെട്ടിടങ്ങളൊക്കെ വയ്ക്കുമ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നത് നല്ലതാണ്, ഫൗണ്ടേഷൻ വളരെ കുറച്ച് മതി, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കുറയ്ക്കണമെങ്കിൽ എങ്ങനെയാണ്? നമുക്കറിയാം, കോൺക്രീറ്റാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ വീട് പണിയുമ്പോൾ. അപ്പോൾ ആ പണിയുമ്പോൾ ഇവിടെ കോൺക്രീറ്റിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. കോൺക്രീറ്റിന്റെ വെയിറ്റ് കുറച്ച് എന്താ പറയുക, സ്ട്രെങ്ത് കുറയും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതല്ല. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി നമുക്കുണ്ട്. പലതരം ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റുകളുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഈ AAC ബ്ലോക്കുകൾ കേട്ടിട്ടുണ്ട് അല്ലേ. AAC ബ്ലോക്ക് അത് ഓട്ടോക്ലേവ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. എയറേറ്റഡ് ഓട്ടോക്ലേവ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അതുപോലെ CLC ഉണ്ട്, സെല്ലാർ ലൈറ്റ് വെയ്റ്റ് ഓട്ടോക്ലേവ് കോൺക്രീറ്റ്. പിന്നെ അതുപോലെ തെർമോക്കോൾ നമുക്കറിയാം, തെർമോക്കോൾ ദാറ്റ് ഇസ് CPS, എക്സ്പാൻഡഡ് പോളിസ്റ്ററൈൻ. അപ്പോൾ അത് ഉപയോഗിച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കാറുണ്ട്. അത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തിനെയാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുക? നമ്മുടെ സാധാരണ കോൺക്രീറ്റിന്റെ ഒരു ഡെൻസിറ്റി ഉണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 2500 kg/m³ ഒക്കെ വരിക അല്ലേ. അപ്പോൾ ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 800-നും 1100-നും ഇടയ്ക്ക് kg/m³ ഡെൻസിറ്റി വരണം. അപ്പോൾ അങ്ങനെയുള്ള വെയിറ്റ് കുറഞ്ഞ കോൺക്രീറ്റുകൾ, ഈ കോൺക്രീറ്റുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? നമ്മൾ സ്ലാബിന് ഉപയോഗിക്കാറുണ്ടോ? അല്ല. പാർട്ടീഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ബിൽഡിംഗ് ഫ്ലോറുകളിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ഫില്ലറിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഭയങ്കര അക്വസ്റ്റിക് പ്രോപ്പർട്ടികൾ, അതുപോലെ തന്നെ അതിൻ്റെ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടികളിലൊക്കെ നല്ല സേവിങ്സ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറഞ്ഞ AAC ബ്ലോക്ക് ആകട്ടെ, CLC ബ്ലോക്ക് ആകട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ EPS കോൺക്രീറ്റ് ആകട്ടെ, ഇതെല്ലാം ശരിക്കും ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഹയർ സൈഡാണ്. അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബ്ലോക്കുകളോ പാനലുകളോ ഉപയോഗിച്ച് നമുക്ക് ബിൽഡിങ്ങുകൾ ചെയ്യുകയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ടോട്ടൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ടോട്ടൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സാധിക്കുക? നമുക്ക് ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിലെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചറിലെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് കുറച്ച് ഏറ്റവും നല്ല നിർമ്മിതികൾ ഉണ്ടാക്കാനായിട്ട് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റുകൾ ഏറ്റവും സഹായകരമാണ്.